3 പതിറ്റാണ്ടിൻ്റെ അമ്മയുടെ ചരിത്രത്തിൽ ആദ്യമായി അധ്യക്ഷ പദവിയിലേക്ക് വന്നതിൻ്റെ സന്തോഷത്തിലാണ് ശ്വേതാ മേനോനും ഭർത്താവ് ശ്രീവത്സൻ മേനോനും രണ്ടുപേരും നമുക്കിപ്പമുണ്ട്. ആദ്യം അഭിനന്ദനങ്ങൾ. ഒപ്പം തന്നെ എന്തായിരിക്കും ഇനി അടുത്ത ഒരു മാറ്റം അമ്മയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്? എല്ലാവരും ചർച്ച ചെയ്ത് മീറ്റിംഗ് കറക്റ്റായിട്ട് പോസിറ്റീവായിട്ട് എങ്ങനെ മുന്നോട്ട് അമ്മേനെ നന്നായിട്ട് ഒരുമിച്ച് എല്ലാവരും കൊണ്ടുപോകാൻ പറ്റുക, അതാണ്. സ്വാഭാവികമായിട്ടും ഒരു വിജയം വരുമ്പോൾ അതിന് പിന്തുണ നൽകാൻ, പ്രത്യേകിച്ച് ശ്വേതാ മേനോൻ്റെ കാര്യത്തിൽ എപ്പോഴും കേട്ടിട്ടുണ്ട് ഇങ്ങനെ വളരെ പിന്തുണ നൽകി ഭർത്താവ് ശ്രീവത്സൻ മേനോൻ കൂടെ ഉണ്ടെന്ന്. എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. സപ്പോർട്ട് എപ്പോഴും ഉണ്ട്, ഭയങ്കര സ്ട്രോങ് സപ്പോർട്ടാണ്. യെസ്. അങ്ങനെ തന്നെയായിരുന്നോ? എല്ലാ സമയത്തും കൂടെ തന്നെ ഉണ്ടായിരുന്നല്ലോ? തീർച്ചയായിട്ടും. ഈ പ്രത്യേകിച്ച് ഇപ്പോൾ കേസിനെ പറ്റിയല്ലേ ചോദിക്കുന്നത്. അത് ആ സമയത്ത് ഞങ്ങൾക്ക് നല്ലപോലെ അറിയാമായിരുന്നു. മൂപ്പര് വളരെ മാനസികമായിട്ട് പ്രഷറിലായിരുന്നു, വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ചില ദിവസങ്ങളിലൊക്കെ നല്ല ഇതുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് കറക്റ്റായിട്ടുള്ള രീതിയിൽ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് ഞങ്ങൾ ആരെ പറ്റി പറയുകയോ ഇന്ന ആൾ ചെയ്തു ഇന്ന ആൾ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ നിയമപരമായിട്ട് നല്ല രീതിയിൽ നീങ്ങി. നമുക്കറിയാം നമ്മുടെ ഭാഗത്തായിരുന്നു സത്യം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നമ്മൾ കൂടെയല്ലേ നിൽക്കേണ്ടത്, ഫാമിലി അല്ല. ആ സമയത്ത് വലിയ വിഷമത്തിലായിരുന്നോ ശ്വേത? വല്ലാതെ വിഷമത്തിലായിരുന്നു. ശ്വേതയ്ക്ക് പേടിയെന്ന് വെച്ചാൽ മോള് ഇപ്പോൾ സർഫ് ചെയ്യുന്ന സമയമാണല്ലോ, ഇപ്പോൾ ഗൂഗിളൊക്കെ ചെയ്യുന്ന സമയമാണല്ലോ. അവളെങ്ങാനും കാണുക, സ്കൂളിൽ നിന്ന് ആരെങ്കിലും റെഫറൻസ് പറയുക, എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുക, അതൊക്കെ അവൾക്ക് വല്ലാതെ വേദന ഉണ്ടാകും. കാരണം 10-12 വയസ്സുള്ള പെൺകുട്ടിയാണ്. അപ്പോൾ ആ ഒരു പേടി ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. പക്ഷെ കുടുംബം, അവരുടെ സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും ഭാഗത്തു നിന്ന് എല്ലാവരും വളരെ സപ്പോർട്ടായിരുന്നു. അപ്പോൾ എല്ലാം കൊണ്ടും ആ കുടുംബ സപ്പോർട്ടാണ് നമ്മൾ വളരെ ഈസി ആയിട്ട് ചെയ്തത്. ഈ സന്ദർഭത്തിൽ മാത്രമല്ല, സിനിമയുടെ വഴികളിലൊക്കെ ഏത് വിവാദങ്ങൾ വന്നാലും നല്ലത് വന്നാലും എപ്പോഴും നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നമ്മൾ കാണാറുണ്ടായിരുന്നു. നമ്മളെ ഭാഗത്താണ് സത്യം, നമ്മൾ ചെയ്ത് ശരിയാണെന്ന് വിശ്വസിക്കുന്നതുകൊണ്ടാണ് നമുക്ക് യാതൊരു കൺഫ്യൂഷനും ഇല്ല. ഒരു ദിവസം പോലും അങ്ങനെ ഒരു ഇഷ്യൂവിനെ കുറിച്ച് സംസാരമോ അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ ഡിഫറൻസ് ഒപ്പീനിയനിൽ എന്തെങ്കിലും ഒരു അഭിപ്രായം ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം ശ്വേത ചെയ്ത് ശരിയാണ്, ശ്വേത വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കൂടെ നിൽക്കലാണ് അങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ മുന്നോട്ട് പോയി. പരാതി വന്ന സമയത്തായാലും നമ്മളൊക്കെ ഒന്ന് പൂർണ്ണമായും കൂടെ നിന്നവരാണ്. ആ സമയത്ത് ഇത് ഈ പരാതി അടിസ്ഥാനരഹിതമാണെന്ന് അറിയുന്നു, കോടതിയിലേക്ക് പോകുന്നു. ആ സമയത്തൊക്കെ ഇനി അതിന് പിന്നാലെ പോകാൻ ആഗ്രഹമുണ്ടോ? ഇതൊരു വ്യാജ പരാതിയാണെങ്കിൽ പർപ്പസ്ഫുള്ളി ആരെങ്കിലും ചെയ്തതാണോ, ഒരു ടാർഗറ്റ് ചെയ്താണോ, അങ്ങനെയൊക്കെ എന്തെങ്കിലും പിന്നാലെ പോകുന്നുണ്ടോ? ഇപ്പോൾ എങ്ങനെയാ വെച്ചാൽ സ്റ്റേയിലാണ്. ഇപ്പോൾ 23-ാം തീയതി വരെ സ്റ്റേ ആണ്, അടുത്ത മാസത്തെ. അത് കഴിഞ്ഞ് കോടതി തന്നെ ചോദിച്ചിട്ടുണ്ട് മറ്റേ ഫയൽ ചെയ്ത വ്യക്തിയുടെ അഭിപ്രായങ്ങൾ, പിന്നെ കീഴ്ക്കോടതി എന്തുകൊണ്ട് തീരുമാനിച്ചു. അപ്പോൾ അതൊരു കണ്ടിന്യൂഷൻ ഉണ്ട് ആ കേസിന് ഓൾറെഡി. പിന്നെ ഇനി ഞങ്ങളുടെ ഭാഗത്തുനിന്ന് 2-3 ലീഗലായിട്ടുള്ള ആക്ഷൻ ഉണ്ട്. അത് വക്കീൽ പ്ലാൻ ചെയ്ത് തുടങ്ങി. അപ്പോൾ കോടതിയിൽ കേസ് നിൽക്കണമുണ്ട്, അത് കഴിഞ്ഞിട്ടുള്ള സബ്സിക്വൻ്റ് ആയിട്ടുള്ള ആക്ഷൻസ് ഉണ്ടാവും, എന്തായാലും ഉണ്ടാവും. നമ്മളങ്ങനെ ഇത് വല്ലാത്ത ഇതാക്കി കളഞ്ഞു. ഇത്രയും തരം താഴാമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം പബ്ലിക്കിന് വരെ, അതായത് എന്നോട് ഈവനിങ്ങിൽ പലരും വിളിച്ചു പറഞ്ഞു, ഇത് ഇത്രയും മോശമായിട്ടുള്ള രീതിയിൽ ഇത് കൊണ്ടെത്തിക്കുമെന്ന് അറിഞ്ഞിരുന്നില്ല. ഇതിനൊക്കെ ഒരു ചെറിയൊരു ഓർഗനൈസേഷനിൽ ഫൈറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇത്രയും ലെവലിൽ പോവോ, ഇപ്പോൾ ഈ രാഷ്ട്രീയത്തിലൊക്കെ എന്തൊക്കെ ചെയ്യാമായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിതിൻ്റെ പിന്നിൽ അന്വേഷിക്കുന്നുണ്ട്. കോടതി തീരുമാനങ്ങൾ നമ്മൾ അനുസരിച്ച് അതിൻ്റെ രീതിയിൽ ലീഗൽ ആക്ഷൻ എടുക്കുന്നുണ്ട്, ഉറപ്പായിട്ടും എടുക്കുന്നുണ്ട്. ഈ അമ്മയുടെ തെരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോൾ ഒരുപാട് സാധാരണ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രതിവാദങ്ങൾ, ഇതുപോലുള്ള പരാതികൾ കൊടുക്കുന്നു, ഭയങ്കരമായിട്ട് മാനസിക വിഷമം പലർക്കും ഉണ്ടായില്ല. പറഞ്ഞിട്ടില്ല ബിക്കോസ് ഞാനൊന്നും പറയാത്ത, ബിക്കോസ് എന്നെ സംബന്ധിച്ച് എനിക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ എനിക്ക് ജനറൽ ബോഡി ഉണ്ട്, അത് വിശ്വസിക്കുന്ന ഒരാളാണല്ലേ നിശബ്ദയായിരുന്നു. എനിക്ക് ഒന്നും അങ്ങനെ പറയാനില്ല, എനിക്ക് കംപ്ലൈൻ്റ് ഒന്നും ഇല്ല. ഞാനൊരു മത്സരത്തിൽ പങ്കെടുക്കുന്നു, മത്സരിക്കുന്നു, ഹെൽത്തി കോമ്പറ്റീഷനാണ്. എൻ്റെ അജണ്ട ഭയങ്കര ക്ലിയർ ആയിരുന്നു. എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അമ്മയാണ്, അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൽ എനിക്ക് ഒരാൾ എൻ്റെ പറ്റി കുറ്റം പറഞ്ഞാൽ അത് അവരുടെ കാഴ്ചപ്പാടാണ് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത്. എനിക്ക് ആളെ പറ്റി ഒന്നും പറയാനില്ല, ആരാണെങ്കിലും. ആദ്യം തിരഞ്ഞെടുപ്പ് ഇന്ന് രാവിലെ തന്നെ പറഞ്ഞിരുന്നു, ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. അപ്പോൾ അതൊരു അവസരം കിട്ടിയാൽ അതൊക്കെ യാഥാർത്ഥ്യമാക്കുന്നു. ഒരുപാട് സ്വപ്നങ്ങളുണ്ടല്ലോ അല്ലേ? എന്തൊക്കെയായിരിക്കും മാറ്റം വരുത്തുക? അതൊക്കെ അതിൻ്റെതായ രീതിയിൽ, ബിക്കോസ് എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾക്ക് എക്സിക്യൂട്ടീവ് മീറ്റിംഗ് ചെയ്തേ പറ്റൂ. എല്ലാം എക്സിക്യൂട്ടീവ് വഴി തന്നെയാണ് പോകേണ്ടത്. എല്ലാം തീരുമാനിക്കുന്നത് നമ്മൾ ജനറൽ ബോഡിയാണ്. സോ അങ്ങനത്തെ ഒരു സ്റ്റെപ്പ് ഉണ്ട്. നമ്മളുടെ ബൈലോ പ്രകാരം നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ബൈലോ ഇസ് ആർ മെയിൻ തിങ്. ഈ അമ്മയുമായി WCC ഇങ്ങനെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ, WCCയിലെ അംഗങ്ങളെയൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ നടപടി എടുക്കുമോ? പിന്നെ നടപടി ഒന്നും എടുക്കാനില്ലല്ലോ, അവർക്ക് വരാമല്ലോ. അവർ അങ്ങനെ ദേ ആർ ആർ മെമ്പേഴ്സ്. എൻഡ് ഓഫ് ദി ഡേ അവർ നമ്മുടെ മെമ്പേഴ്സാണ്. എൻഡ് ഓഫ് ദി ഡേ അവർ എൻ്റെ ഫ്രണ്ട്സാണ്, എൻ്റെ കലീഗ്സാണ്. സോ അവർ എന്നെ അങ്ങനെ ഒരു എന്താ പറയുക
സാങ്കേതികമായി തിരിച്ചു കൊണ്ടുവരികയാണ് എന്നല്ലേ ഉദ്ദേശിച്ചത്? അവർ കുറച്ചുകൂടെ ഊഷ്മളമായ അന്തരീക്ഷം ഒരുക്കി. ഇപ്പോൾ ഈ സൗഹൃദമൊക്കെ നിങ്ങൾക്കിടയിലുണ്ടല്ലോ, അപ്പോൾ കുറച്ചുകൂടി അവർക്ക് വരാനുള്ള ഒരു ഊഷ്മളമായ സാഹചര്യം ഇനി അമ്മയിൽ ഉണ്ടായിരിക്കുമോ? അവർക്ക് മാത്രമല്ല, നമ്മളെല്ലാ മെമ്പേഴ്സും, നമ്മളെ സംബന്ധിച്ച് എല്ലാവരും ഈക്വലാണ്. അപ്പോൾ അവരെ മാത്രം നമ്മൾ ഉദ്ദേശിച്ചിട്ട് നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല. അതായത് ആ കംപ്ലയിൻറ്റ് മാത്രമേ ഉള്ളൂ, നിങ്ങളെല്ലാവരും സംസാരിക്കുന്നത് WCC. ഞാൻ ഇപ്പോഴും പറയുന്നത് അവർ WCC അല്ല, എന്നെ സംബന്ധിച്ച് അവർ അമ്മ മെമ്പേഴ്സാണ്. യെസ്, അവർ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ പ്രശ്നങ്ങൾ നമുക്ക് എല്ലാം കുറേ കാര്യങ്ങൾ നമുക്ക് സോൾവ് ചെയ്യാമല്ലോ. പക്ഷെ എല്ലാം നമ്മളിപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഓഫീസ് വരെ കയറിയിട്ടില്ല. അത് കഴിഞ്ഞ് നമ്മൾ മീറ്റിങ്ങെല്ലാം ചെയ്ത് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഈ കസേരയിൽ ഒരു സ്ത്രീ ഇരിക്കുമ്പോൾ സ്ത്രീകൾക്ക് കുറച്ചുകൂടി നീതി പ്രതീക്ഷിക്കാമല്ലോ. ഓഫ് കോഴ്സ് സ്ത്രീകൾക്ക് മാത്രമല്ല, ആണുങ്ങൾക്കും നീതി പ്രതീക്ഷിക്കാം. ബിക്കോസ് എന്നെ സംബന്ധിച്ച് സിനിമ എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും ഉണ്ടാവണം, ക്യാരക്ടേഴ്സാണ്, അതാണ് സിനിമ. സോ ഇതിൻ്റെ ഘട്ടത്തിൽ ലാലേട്ടനും മമ്മൂക്കയും അടക്കമുള്ളവരുടെയൊക്കെ ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു? അല്ല, ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് നിന്നത്. നമുക്ക് ഈ പ്രാവശ്യം ഒരു പാനലൊന്നും ഉണ്ടായിരുന്നില്ല. ലാലേട്ടനോ മമ്മൂക്ക അങ്ങനെ ഒരു പാനൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവർ 3 പേരും പേട്രൻസായിട്ട് നമ്മുടെ കൂടെ നിൽക്കണം, നമ്മുടെ സീനിയറായിട്ട് നമ്മുടെ തലപ്പത്തായിട്ട് നിൽക്കണം എന്നുള്ള ഒരു ഉറച്ചുണ്ടായിരുന്നു. ബിക്കോസ് ഞാൻ പ്രസിഡൻ്റ് ആയാലും ഇവരില്ലാതെ നമുക്ക് ഒരു കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യണമെങ്കിൽ ഇവർ തന്നെ വേണം. മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ പിന്തുണ അറിയിച്ചിരുന്നു ഈ ഘട്ടത്തിൽ? അല്ല, അതാ ഞാൻ പറഞ്ഞത്, ഇതൊരു ഇൻഡിപെൻഡൻറ്റ്, അവർ എലക്ഷൻ ഓൾ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞു. ദാറ്റ്സ് ഐ തിങ്ക് എല്ലാവരും അങ്ങനെ തന്നെ, എല്ലാവരും പറ്റി അങ്ങനെയാണ്. അവർ എൻ്റെയോ എനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ടുണ്ട്, എല്ലാവരും ഓൾ ദ ബെസ്റ്റ്. വിവാദങ്ങളൊക്കെ വന്നപ്പോൾ ഉറച്ച പിന്തുണ നൽകിയിരുന്നോ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ, സഹപ്രവർത്തകർ? ഒരുപാട് മൈ ഗോഡ്, ഐ തിങ്ക് എല്ലാ മേഖലയിൽ നിന്നും, ഡയറക്ടർ ആണെങ്കിലും പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും ആർട്ടിസ്റ്റ് ആണെങ്കിലും കോ ആർട്ടിസ്റ്റ് ആണെങ്കിലും ടെക്നീഷ്യൻസ് ആണെങ്കിലും ഫാൻസ് ആണെങ്കിലും, ഐ തിങ്ക് എൻ്റെ ഞാൻ ഷോസ് ഒരുപാട് കൺട്രീസിൽ ചെയ്ത ഷോസ് ആണെങ്കിൽ എല്ലാം ഇൻ എവറി ആസ്പെക്റ്റ്, ഞാൻ ഇനോഗ്രേഷൻ ചെയ്തിട്ട് അവർ അത് കഴിഞ്ഞിട്ട് കാണാത്ത അങ്ങനത്തെ ആൾക്കാർ വരെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ മോളുടെ പിന്തുണയുണ്ടെന്ന് എപ്പോഴും ഇങ്ങനെ പറഞ്ഞു കേൾക്കാറുണ്ട്. 12 വയസ്സാണല്ലോ മോൾക്ക്. അതെ, മോള് ഭയങ്കര ഷീ ഈസ് വെരി, നമ്മൾ 3 പേരും ഇറ്റ്സ് ലൈക്ക് നമ്മൾ ഇൻഡിവിജ്വലി അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മളെല്ലാവരും ഒരു പേഴ്സണാലിറ്റി വേറെയാണ്. അപ്പോൾ അതറിയാം, നമ്മൾ 3 പേരും 3 ടൈപ്പാണ്. ബട്ട് എൻഡ് ഓഫ് ദ ഡേ എജൻഡ നമ്മളുടെയും ഒരുമിച്ച് ഫാമിലി, അതാണ്. ഈ അനശ്വരം റിലീസ് ചെയ്തിട്ട് 33 വർഷങ്ങളാവുകയാണെന്ന്, അപ്പം 34 വർഷങ്ങളാവുകയാണ്. അപ്പോൾ ശ്വേതാ മേനോൻ എന്നുള്ള അഭിനേത്രി, ശ്വേത എന്നുള്ള ഭാര്യ, അമ്മ, ഇപ്പോൾ ഈ അമ്മ സംഘടനയുടെ നാഥ, ഇതൊക്കെയായിട്ട് നോക്കുമ്പോൾ എങ്ങനെയാണ് മൊത്തത്തോടെ ശ്വേത എന്നുള്ള വ്യക്തിയെ മനസ്സിൽ അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്നത്? ശ്വേത ഒരുപാട് മെച്യൂരിറ്റി വന്നു എല്ലാ ഫീൽഡിലും എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അഭിനയത്തിൽ ഓൾസോ ശരിക്കും നല്ല നല്ല സിനിമകൾ ചെയ്തിട്ടുണ്ട്. അമ്മ എന്നുള്ള അല്ലെങ്കിൽ അവൾ മോള് അമ്മയുടെ ഫാനാണ്, ഭയങ്കര ഫാനാണ് അമ്മയുടെ. പിന്നെ ഒരു വിധത്തിൽ ഒരുപാട് മെച്യൂരിറ്റി, റിലേഷൻഷിപ്സ് നന്നായി ഹാൻഡിൽ ചെയ്യാൻ ആയി. അപ്പോൾ ശ്വേതയ്ക്ക് ആ മെച്യൂരിറ്റി തന്നെ ഈ അമ്മയുടെ കാര്യത്തിലും കൊണ്ടുവരാനും എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാനും യോജിക്കും. ഞാനത് 2 ദിവസം പറഞ്ഞിരുന്നു, അങ്ങനെയായിരിക്കണം, നിങ്ങളൊരു വോയിസ് ഓഫ് യൂണിറ്റി ആയിരിക്കണം. എല്ലാവരെയും കൊണ്ടു നടക്കാനും എല്ലാറ്റിനും ഉപരിയായിട്ട് ചിന്തിച്ച് അമ്മയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യും. അതാണ് ഭർത്താവ് ശ്രീവത്സൻ മേനോൻ്റെ ആശംസ ഞങ്ങളും ആശംസിക്കുകയാണ്, ആശംസ ആവർത്തിക്കുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് പ്രദീപ് കുമ്പിടിക്കൊപ്പം റിപ്പോർട്ടർ ലേബി സജീന്ദ്രൻ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.